ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് മുംബൈയിലെത്തും. ഇന്ന് ചെറിയ പെരുന്നാൾ. ആഘോഷങ്ങൾക്കൊപ്പം ഈദ്ഗാഹുകളിൽ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി വിശ്വാസികൾ. ബജറ്റിലെ ആനുകൂല്യങ്ങളും നിരക്കു വർധനകളും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന നാളെ മുതൽ പ്രാബല്യത്തിൽ. ആതുര സേവന രംഗത്ത് മലയാളി നഴ്സുമാരുടെ പങ്കിനെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാപ്രവർത്തകർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് മുംബൈയിലെത്തും. നാളെ റിസർവ് ബാങ്കിന്റെ 90ാം വാർഷികാഘോഷ സമാപന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഈദ്ഗാഹുകൾ നടന്നു. ലഹരിവിരുദ്ധ സന്ദേശമുയർത്തിയാണ് ഇത്തവണ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ പ്രചാരണങ്ങളെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണമെന്ന് പാളയം ഇമാം ആവശ്യപ്പെട്ടു. മലപ്പുറം മഅദീൻ മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരത്തിൽ ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചെറിയ പെരുന്നാൾ ആഘോഷം മലബാറിൽ അത്യാഹ്ലാദപൂർവ്വം കൊണ്ടാടുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. മലബാറിലെ മുസ്ലിം ദേവാലയങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് പി.കെ. സക്കറിയ സ്വലാഹി നേതൃത്വം നൽകി. ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി സ്റ്റേഡിയത്തിലെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് പ്രധാന ദേവാലയമായ മാലിക് ദിനാർ പള്ളിയിൽ അബ്ദുൾ മജീദ് ബാക്കവി കൊടുവള്ളിയുടെ നേതൃത്വത്തിലാണ് പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈദ്ഗാഹിന് എം അഹമ്മദ് കുട്ടി മദനി നേതൃത്വം നൽകി. കെ.എൻ.എം സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ പ്രതിജ്ഞയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചാലിയം ഇമ്പിച്ചി ഹാജി സ്കൂൾ ഗ്രൌണ്ടിലെ ഈദ്ഗാഹിൽ സംസ്ഥാന പ്രസിഡന്റ് ടി.പി. അബ്ദുള്ളക്കോയ മദനി നിർവഹിച്ചു. മലപ്പുറം പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ തൊണ്ടർനാട് കോറോം ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരും മലയാളി നഴ്സുമാരെയാണ് തേടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീ ശാരദാമഠം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നഴ്സുമാർക്കായി ശ്രദ്ധേയമായ ഇടപെടലുകൾ ആണ് സർക്കാർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിപ ബാധിച്ച് മരിച്ച സിസ്റ്റർ ലിനിയെയും ചടങ്ങിൽ മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സേവന പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിൽ ശ്രീരാമകൃഷ്ണ മിഷൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ ചടങ്ങിൽ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാഴ്ചപ്പാട് പൂർത്തീകരിക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 12ാം ദിവസത്തിലേക്കും രാപ്പകൽ സമരം 50ാം ദിവസത്തിലേക്കും കടന്നു. സമരത്തിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. കൂടാതെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടിമുറിച്ചു. തുടർന്ന് ആശാപ്രവർത്തകർ മുടിയുമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ സമരപന്തൽ സന്ദർശിച്ച് മുടിമുറിക്കൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരപന്തലിൽ എത്തി മുടിമുറിച്ച് പ്രതിഷേധിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. ബജറ്റിലെ ആനുകൂല്യങ്ങളും നിരക്കു വർധനകളും സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന നാളെ മുതൽ പ്രാബല്യത്തിൽ. നികുതി ഘടന, യുപിഐ പോലുള്ള പല അടിസ്ഥാന സൌകര്യങ്ങളിൽ മാറ്റമുണ്ട്. നാളെ നിലവിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ഏകീകൃത പെൻഷൻ പദ്ധതി നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പൂർണ്ണ ആദായ നികുതി ഒഴിവിനുള്ള വാർഷിക വരുമാന പരിധി 7 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയാകും. വിവിധ കമ്പനികളുടെ കാറുകൾക്ക് നാളെ മുതൽ വില കൂടും. ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിരക്ക് വർധനകളും നാളെ മുതൽ പ്രാബല്യത്തിൽ. 15 വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതി 1350 രൂപയാകും. 750 കിലോഗ്രാം വരെയുള്ള സ്വകാര്യ കാറിന് 9600 രൂപയായി നികുതി ഉയർത്തി. ഇരുചക്ര മുച്ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിലുള്ള 5% നികുതിയിൽ നിന്ന് വാഹനത്തിന്റെ വില അനുസരിച്ച് വർധന വരുത്തിയിട്ടുണ്ട്. ബസ്സുകൾക്കുള്ള ത്രൈമാസ നികുതിയിൽ 10% കുറവ് വരും. ഭൂനികുതിയിൽ 50% വർധനയാണുണ്ടാവുക. 23-നും കോടതി ഫീസുകളും വർദ്ധിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 2 വിനോദസഞ്ചാര പദ്ധതികൾക്ക് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ അനുമതി. സ്വദേശ് ദർശൻ 2.0 പ്രകാരം ആലപ്പുഴയിലെ ജല ടൂറിസം പദ്ധതിക്കും മലമ്പുഴയിലെ ഉദ്യാനവും പാർക്കും സൌന്ദര്യവൽക്കരിക്കുന്നതിനുമാണ് അനുമതി ലഭിച്ചത്. 169.05 കോടി രൂപയാണ് പദ്ധതി ചെലവ്. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ നേട്ടമാണെന്ന്
മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒന്നാം ഗഡുവായി 10% തുക ഇതിനോടകം അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവത്തിന് മറ്റന്നാൾ കൊടിയേറും. തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തന്റെയും കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. ഉത്സവത്തിനും വിഷുപൂജകൾക്കുമായി ശബരിമല നട നാളെ വൈകിട്ട് 5-ന് തുറക്കും. ഉത്സവം തീരുമ്പോൾ വിഷു ആഘോഷം തുടങ്ങുന്നതിനാൽ അടുത്ത മാസം 18 ദിവസം നട തുറക്കും. ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം ഭക്തിസാന്ദ്രമായ അശ്വതി കാവുതീണ്ടൽ ഇന്ന്. നാനാദേശങ്ങളിൽ നിന്നാണ് ഭക്തിസാന്ദ്രമായ ഭരണി മഹോത്സവത്തിന് ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ദീപങ്ങളുടെ നിറച്ചാർത്തിൽ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ ഭരണി ഉത്സവത്തിന്റെ ഭാഗമായി രേവതി വിളക്ക് തെളിഞ്ഞു. ഇന്നാണ് പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടൽ. പുലർച്ചെ പുലയപ്പാടത്തെ കാരണവർ രഘുവള്ളൂർ ക്ഷേത്രപ്രദക്ഷിണം നടത്തും. വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജക്കോട്ട കോവിലകത്ത് നിന്നും പല്ലക്കിൽ എഴുന്നള്ളി ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ ഉപവിഷ്ടനാകും. നാനാദേശങ്ങളിൽ നിന്നും ഭക്തസഹസ്രങ്ങൾ ചെറുസംഘങ്ങളായി മുളന്തണ്ടിൽ താളമിടും. കാൽച്ചിലമ്പ് കുലുക്കി പള്ളിവാളേന്തിയും ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിച്ചേരും. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മീനഭരണിയോടനുബന്ധിച്ച് കാവുതീണ്ടലും തൃച്ചന്ദന ചാർത്തും കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മയെ പള്ളിമാടത്തിൽ സങ്കല്പിച്ചിരുത്തും. അശ്വതി കാവുതീണ്ടലിന് അടച്ച നട ഏപ്രിൽ 7-നാണ് തുറക്കുക. ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ചേർത്തലയിൽ പ്രവർത്തനം തുടങ്ങി. ചേർത്തല നഗരസഭ 7.8 കോടി രൂപ മുടക്കിയാണ് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്ലാന്റ് നിർമ്മിച്ചത്. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റ് പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ മാലിന്യമാണ് സംസ്കരിക്കുന്നത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ കോടതിയിൽ വരെ എത്തിയതാണ്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു. എതിർപ്പ് ഉയർത്തിയവരെ തിരുവനന്തപുരത്തെ മുട്ടുതറ സംസ്കരണ പ്ലാന്റ് സന്ദർശിപ്പിച്ചാണ് കാര്യങ്ങൾ ബോധ്യമാക്കിയത്. വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കാൻ പ്രത്യേക വാഹനവും നഗരസഭ നിരത്തിലിറക്കി. ആദ്യഘട്ടത്തിൽ കൃഷിക്കും ദേശീയപാത നിർമ്മാണത്തിനും വേണ്ടിയാണ് ഇവിടെ സംസ്കരിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്നത്. ക്ഷയരോഗ നിവാരണ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇടുക്കിയിൽ വഴിയോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ പരിശോധനയ്ക്ക് വിധേയരാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ആദ്യമായി ഇടുക്കിയിലാണ് ഇത്തരമൊരു പരിശോധനയ്ക്ക് തുടക്കമിടുന്നതെന്ന് അധികൃതർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തൊടുപുഴ, ചെറുതോണി, ചേരച്ചൂട്, കരിമ്പൻ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. രോഗലക്ഷണമുള്ള 15 പേരുടെ കഫ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ശേഖരിച്ചു. രോഗം പിടിപെടാൻ സാധ്യതയുള്ള 3,33,126 പേരെ സ്ക്രീനിംഗിന് വിധേയരാക്കി. രോഗലക്ഷണങ്ങൾ കണ്ട 5,430 പേരുടെ കഫ പരിശോധന നടത്തി. 290 പേരെ എക്സ്റേ പരിശോധനയ്ക്കും വിധേയമാക്കി. കഫ പരിശോധനയിൽ 126 പേർക്ക് ക്ഷയരോഗം സ്ഥിരീകരിച്ചു. ഇവർക്ക് സൌജന്യ ചികിത്സ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ക്ഷയരോഗബാധിതരുള്ള ജില്ലയാണ് ഇടുക്കിയെന്നും ജില്ലയിൽ നിന്ന് ക്ഷയരോഗം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ജില്ലാ TB ഓഫീസ് അധികൃതർ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യ ജയം. ചെന്നൈ സൂപ്പർ കിങ്സിനെ രാജസ്ഥാൻ 6 റൺസിന് തോൽപ്പിച്ചു. അവസാന ഓവറിൽ 5 വിക്കറ്റ് ശേഷിക്കെ ചെന്നൈക്ക് ജയിക്കാൻ 20 റൺസ് വേണ്ടിയിരുന്നു. രാജസ്ഥാന്റെ 182 റൺസിന് മറുപടിയായി ചെന്നൈയുടെ ഇന്നിംഗ്സ് 176 റൺസിൽ അവസാനിച്ചു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ വെല്ലുവിളി മറികടന്ന് ജംഷഡ്പൂർ FC ISL ഫുട്ബോൾ സെമിഫൈനലിൽ എത്തി. സീസണിൽ ഉടനീളം മികച്ച കളി പുറത്തെടുത്ത നോർത്ത് ഈസ്റ്റിനെ 2 ഗോളിന് കീഴടക്കിയാണ് ഇന്ത്യക്കാരനായ ഖാലിദ് ജമീൽ പരിശീലിപ്പിക്കുന്ന ജംഷഡ്പൂർ അവസാന 4-ൽ ഇടം പിടിച്ചത്. സ്റ്റീഫൻ എസേയും ഹാവി ഫെർണാണ്ടസും ലക്ഷ്യം കണ്ടു. സെമിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റാണ് എതിരാളി. മറ്റൊരു സെമിയിൽ FC ഗോവയും ബംഗളൂരു FCയും ഏറ്റുമുട്ടും. വർക്കലയിൽ ഉത്സവം കണ്ട് മടങ്ങിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചുകയറി അമ്മയും മകളും മരിച്ചു. വർക്കല സ്വദേശികളായ 51 വയസ്സുള്ള അമ്മ രോഹിണിയും 21 വയസ്സുള്ള മകൾ അഖിലയുമാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് അമിത വേഗത്തിലെത്തിയ റിക്കവറി വാഹനം നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് മുംബൈയിലെത്തും. ഇന്ന് ചെറിയ പെരുന്നാൾ. ആഘോഷങ്ങൾക്കൊപ്പം ഈദ്ഗാഹുകളിൽ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി വിശ്വാസികൾ. ബജറ്റിലെ ആനുകൂല്യങ്ങളും നിരക്കു വർധനകളും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന നാളെ മുതൽ പ്രാബല്യത്തിൽ. ആതുര സേവന രംഗത്ത് മലയാളി നഴ്സുമാരുടെ പങ്കിനെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാപ്രവർത്തകർ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.